ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലേക്കാണ് പോണത്. ചാപ്റ്റർ 2, എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. അതായത് സോഷ്യോളജിയുടെ കടന്നുവരവും അതേപോലെ തന്നെ ആന്ത്രോപോളജിയും. അപ്പോൾ എമർജൻസ് ഓഫ് സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും ഇവ തമ്മിലുള്ള കോമ്പിനേഷൻസും അവ തമ്മിലുള്ള പ്രത്യേകപരമായ കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിലെ ഇൻട്രഡക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻട്രഡക്ഷൻ. Sociology and social anthropology are closely related in many aspects. അതായത് സോഷ്യോളജി പറഞ്ഞാൽ സമൂഹശാസ്ത്രം, സമൂഹശാസ്ത്രവും സമൂഹ നരവംശാസ്ത്രവും അടുത്ത ബന്ധം പുലർത്തിയിരിക്കുന്നു. അടുത്ത ബന്ധം നിലനിൽക്കുന്ന ഒന്നാണ് ഏതൊക്കെ? സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും. സോഷ്യോളജി പറഞ്ഞാൽ സമൂഹശാസ്ത്രം, സോഷ്യൽ ആന്ത്രോപോളജി പറഞ്ഞാൽ സമൂഹ നരവംശാസ്ത്രം. അപ്പോൾ സോഷ്യോളജിയും അതേപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജിയും സാമൂഹിക നരവംശാസ്ത്രവും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരിക്കുന്നു. ആൻഡ് ദെൻ പിന്നെ എന്താണ് പറയുന്നത്? ഇൻ ഫാക്ട് സോഷ്യൽ ആന്ത്രോപോളജി ഈസ് ദ ക്ലോസസ്റ്റ് ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജി. സംടൈംസ് ഇറ്റ് ഈസ് റാദർ ഡിഫിക്കൽട്ട് ടു differentiate sociology from social anthropology is in some areas of enquiring and methodology. അതായത് പിന്നെ എന്താണ് അവിടെ പറയുന്നത്? ഇൻ ഫാക്ട് ദാറ്റ്, വാസ്തവത്തിൽ സാമൂഹിക നരവംശാസ്ത്രമാണ്, സോഷ്യൽ ആന്ത്രോപോളജിയാണ് സമൂഹശാസ്ത്രത്തിന്റെ ഏറ്റവും അടുത്ത ശാസ്ത്രം. വാസ്തവത്തില് സോഷ്യൽ ആന്ത്രോപോളജിയാണ് സോഷ്യോളജിയുടെ ഏറ്റവും അടുത്തതായി നിലനിൽക്കുന്നത്. ഇൻഫാക്ട് സോഷ്യൽ ആന്ത്രോപോളജി ഈസ് ദ ക്ലോസറ്റ്. ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത് നിൽക്കുക. ക്ലോസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു അത്രയും അടുത്ത് സോഷ്യൽ ആന്ത്രോപോളജി ഏതുമായി അടുത്തു നിൽക്കുന്നു? സോഷ്യോളജിയുമായി അടുത്തു നിൽക്കുന്നു. അപ്പോൾ സോഷ്യൽ ആന്ത്രോപോളജി സോഷ്യോളജിയുമായി വളരെയധികം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? അടുത്തു നിൽക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് rather difficulty to differentiate sociology from social anthropology in some areas of enquiring and methodology. പിന്നെ എന്താണ് അവിടെ പറയുന്നത്? ചിലപ്പോൾ സംടൈം അന്വേഷണത്തിൻ്റെയും രീതിശാസ്ത്രത്തിൻ്റെയും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? രീതിശാസ്ത്രം. അപ്പോൾ രീതിശാസ്ത്രത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ചില മേഖലകളിൽ സാമൂഹ്യശാസ്ത്രത്തെ സാമൂഹിക നരവംശാസ്ത്രത്തിൽ നിന്ന് വേർതിരിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. സംടൈം ചിലപ്പോൾ അന്വേഷണത്തിൻ്റെയും രീതിശാസ്ത്രത്തിൻ്റെയും ചില മേഖലകളിൽ സാമൂഹ്യശാസ്ത്രത്തെ സോഷ്യോളജിയെ സോഷ്യൽ ആന്ത്രോപോളജിയിൽ നിന്ന് വേർതിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് അതിൻ്റെ ഇൻട്രഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിലേക്ക് വരാം. എമർജൻസ് ഓഫ് സോഷ്യോളജി. എമർജൻസ് ഓഫ് സോഷ്യോളജി എന്താണ്? സോഷ്യോളജി എന്ന് നമുക്ക് നോക്കാം. അതിൽ എമർജൻസ് ഓഫ് സോഷ്യോളജി ഓരോ പാരഗ്രാഫായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ആസ് എ സോഷ്യൽ സയൻസ് discipline, it is imperative to understand the socio-economic, political and scientific factors. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? അതായത് ഇവിടെ എന്താ പറയുന്നത്? ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ആസ് എ സോഷ്യൽ സയൻസ്, ഒരു സാമൂഹിക ശാസ്ത്ര ശാഖയായി
സോഷ്യോളജിയുടെ സമൂഹശാസ്ത്രത്തിന്റെ ആവിർഭാവം മനസ്സിലാക്കുന്നതിന് ഒരു സാമൂഹ്യശാസ്ത്ര ശാഖയായി സമൂഹശാസ്ത്രത്തിന്റെ ആവിർഭാവം, സോഷ്യോളജിയുടെ ആവിർഭാവം മനസ്സിലാക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? സോഷ്യോ സാമൂഹിക, എക്കണോമിക് സാമ്പത്തിക, പൊളിറ്റിക്കൽ രാഷ്ട്രീയ ആൻഡ് സയന്റിഫിക് ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ ശാസ്ത്രീയ ഘടകങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഒരു സാമൂഹിക ശാഖയായി സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തെ മനസ്സിലാക്കുന്നതിന് എന്തൊക്കെ മനസ്സിലാക്കണം? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും അതേപോലെ തന്നെ ശാസ്ത്രീയപരമായ ഘടകങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു സാമൂഹിക ശാസ്ത്ര ശാഖയായി സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തെ മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും ശാസ്ത്രീയമായ ഘടകങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായിട്ട് അതിൽ വരുന്ന, അപ്പൊ കുട്ടികളെ ഞാൻ പറയുന്ന കാര്യങ്ങള് ഈ അതേപോലെ അതാത് പാരഗ്രാഫിൽ വേണ്ട കാര്യം മാത്രമാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങളെ കയ്യിലെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കണം. ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അത് മാർക്ക് ചെയ്ത് ഇടും വേണം. ഓക്കെ, അതേപോലെ എമർജൻസ് ഓഫ് സോഷ്യോളജിയുടെ സെക്കൻഡ് പാരഗ്രാഫാണ് നമ്മൾ പറയുന്നത്. വെസ്റ്റേൺ യൂറോപ്പ് in the 18th 19th century witnessed rapid and profound changes. 18-19 നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പ്, വെസ്റ്റേൺ യൂറോപ്പ് ദ്രുതവും ആഴമേറിയതുമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. വെസ്റ്റേൺ യൂറോപ്പ് ഇൻ ദ 18th 19th century, 18-19 നൂറ്റാണ്ടുകളിൽ വെസ്റ്റേൺ യൂറോപ്പ്, പടിഞ്ഞാറൻ യൂറോപ്പ് എങ്ങനത്തെ കാര്യങ്ങൾക്ക് മാറ്റം വഹിച്ചു എന്നാ പറയുന്നത്? ദ്രുതവും വിറ്റ്നസ്ഡ് റാപ്പിഡ് ആൻഡ് പ്രൊഫൗണ്ട് ചേഞ്ചസ്. 18-19 നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പ് ദ്രുതവും ആഴമേറിയതുമായ പ്രൊഫൗണ്ട് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? ആഴമേറിയതുമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 18-19 നൂറ്റാണ്ടുകളിൽ വെസ്റ്റേൺ യൂറോപ്പ് ദ്രുതവും ആഴമേറിയതുമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പിന്നെന്താ അവിടെ പറയുന്നത്? ദിസ് ലെഡ് ടു എ paradigm shift to the understanding of society and also of the individual place in it. അതായത് ഇത് സമൂഹത്തെയും അതിൻ്റെ വ്യക്തിയുടെ സ്ഥാനത്തെയും കുറിച്ചുള്ള ധാരണയിൽ ഒരു മാതൃകാപരമായ മാറ്റത്തിന് കാരണമായി. ദിസ് ലീഡ് ടു എ paradigm shift to the paradigm എന്ന് പറഞ്ഞാൽ മാതൃകാപരമായ. But this lead to a paradigm shift to the understanding of society and also of the individual place in it. ഇത് സമൂഹത്തെയും അതിൽ വ്യക്തിയുടെ സ്ഥാനത്തെയും കുറിച്ചുള്ള ധാരണയിൽ ഒരു മാതൃകാപരമായ മാറ്റത്തിന് കാരണമായി. അതേപോലെ പിന്നീട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Considerable advances were taking place in terms of scientific discovery and scientific methodology. അതേപോലെ തന്നെ സയന്റിഫിക് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും സയന്റിഫിക് ഡിസ്കവറി എന്ന് പറഞ്ഞാല് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും സയന്റിഫിക് മെത്തേഡ്, അതേപോലെ സയന്റിഫിക് ഡിസ്കവറി ആൻഡ് പിന്നെന്താ അവിടെ പറയുന്നത്? സയന്റിഫിക് മെത്തഡോളജി. സയന്റിഫിക് മെത്തഡോളജി പറഞ്ഞാൽ എന്താ? ശാസ്ത്രീയ രീതിശാസ്ത്രത്തിന്റെയും കാര്യത്തിൽ ഗണ്യമായ പുരോഗതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താ അവിടെ പറയുന്നത്? സയന്റിഫിക് ഡിസ്കവറി പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും
സയന്റിഫിക് മെത്തഡോളജി. സയന്റിഫിക് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രീയ രീതിശാസ്ത്രത്തിന്റെയും കാര്യത്തിൽ ഗണ്യമായ പുരോഗതിയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നാച്ചുറൽ സയൻസസ് though still in nascent stages began developing systematic method for study of the physical world. നാച്ചുറൽ സയൻസസ്. നാച്ചുറൽ സയൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതി ശാസ്ത്രങ്ങൾ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ഭൗതിക ലോകത്തെ കുറിച്ചുള്ള പഠനത്തിനായി വ്യവസ്ഥാപിത രീതികൾ വികസിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ പ്രകൃതി ശാസ്ത്രങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ഭൗതിക ലോകത്തെ കുറിച്ചുള്ള പഠനത്തിനായി വ്യവസ്ഥാപിത രീതികൾ വികസിപ്പിക്കാൻ തുടങ്ങി. നാച്ചുറൽ സയൻസസ് though still in nascent stages began developing systematic method study of the physical world. ഫിസിക്കൽ വേൾഡ് കാരണം എന്താ? ഭൗതിക ലോകത്തെ കുറിച്ചുള്ള. അപ്പൊ പ്രകൃതി ശാസ്ത്രങ്ങൾ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ഭൗതിക ലോകത്തെ കുറിച്ചുള്ള പഠനത്തിനായി വ്യവസ്ഥാപിത രീതികൾ വികസിപ്പിക്കാൻ തുടങ്ങി. ഇത് question that occupied the mind of early sociologists like Comte and Durkheim was could a similar scientific and systematic approach be applied to the study of the human social world? പിന്നെ എന്താണ് അവിടെ പറയുന്നത്? കോംറ്റെ. കോംറ്റെ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സോഷ്യോളജിസ്റ്റ് ആണ് കോംറ്റെ. ഡർക്കെയിം. അപ്പൊ കോംറ്റെയും ഡർക്കെയിമും തുടങ്ങിയ ആദ്യകാല സമൂഹ ശാസ്ത്രജ്ഞരുടെ മനസ്സിനെ അലട്ടിയ ചോദ്യങ്ങൾ മനുഷ്യ സാമൂഹിക ലോകമാണെങ്കിൽ പഠനത്തിനു സമാനമായ ഒരു രീതിശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ സമീപനം പ്രയോഗിക്കാൻ കഴിയുമോ എന്നതായിരുന്നു. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്നാ പറയുന്നത്. ആരൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? കോംറ്റെയും ഡർക്കെയിമും തുടങ്ങിയ ആദ്യകാല സമൂഹ ശാസ്ത്രജ്ഞരുടെ മനസ്സിനെ അലട്ടിയ ചോദ്യങ്ങൾ. കോംറ്റെയുടെയും ഡർക്കെയിമിന്റെയും ഡർക്കെയിമും കോംറ്റെയും ആദ്യകാല സോഷ്യോളജിസ്റ്റുകളാണ്. അപ്പൊ അവരുടെ മനസ്സിനെ അലട്ടിയ ചോദ്യങ്ങൾ മനുഷ്യ സാമൂഹിക ലോകമാണെങ്കിൽ പഠനത്തിനു സമാനമായ രീതിശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ സമീപനം പ്രയോഗിക്കാൻ കഴിയുമോ എന്നതായിരുന്നു. അപ്പൊ ഡർക്കെയിമിന്റെയും കോംറ്റെയുടെയും മനസ്സിൽ ഉയർന്നു വന്ന ചോദ്യം എന്താണ്? എന്താണ് അവരുടെ മനസ്സിൽ ഉയർന്നു വന്ന ചോദ്യം? മനുഷ്യ സാമൂഹിക ലോകമാണെങ്കിൽ പഠനത്തിനു സമാനമായ രീതിശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ സമീപനം പ്രയോഗിക്കാൻ കഴിയുമോ എന്നതായിരുന്നു. അതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കളെ നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിൽ മനസ്സിലാക്കണം. എമർജൻസ് ഓഫ് സോഷ്യോളജിയിലെ സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി നമ്മൾ തേർഡ് പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. തേർഡ് പാരഗ്രാഫിൽ എന്തെല്ലാം പറയുന്നു എന്ന് നോക്കാം. സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് led to the transformation from a traditional rural agrarian society to a modern urban industrial society. Due new invention, as we will study later, the scale of production changed from small home based to large scale factory like enterprises. എന്താണ് മൂന്നാമത്തെ പാരഗ്രാഫിലൂടെ പറയുന്നത്? ശാസ്ത്രീയവും സാങ്കേതികവുമായ പുരോഗതി പരമ്പരാഗത ഗ്രാമീണ കാർഷിക സമൂഹത്തിൽ നിന്ന് ശാസ്ത്രീയവും സാങ്കേതികവുമായ പുരോഗതി പരമ്പരാഗത ഗ്രാമീണ കാർഷിക സമൂഹത്തിൽ നിന്ന്
ആധുനിക നഗര വ്യാവസായിക സമൂഹത്തിലേക്ക് പരിവർത്തനത്തിലേക്ക് നയിച്ചു. എന്താണ് പറയുന്നത്? സയന്റിഫിക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയവും ടെക്നോളജിക്കൽ സാങ്കേതികവുമായ അഡ്വാൻസസ് പുരോഗതി, ഗ്രാമീണ റൂറൽ അഗ്രേറിയൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ശാസ്ത്രീയവും സയന്റിഫിക്കും ടെക്നിക്കലുമായ പുരോഗതി പരമ്പരാഗത ഗ്രാമീണ കാർഷിക സമൂഹത്തിൽ നിന്ന് ആധുനിക നഗര അതായത് മോഡേൺ അർബൻ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് സമൂഹത്തിലേക്കുള്ള പരിവർത്തനത്തിലേക്ക് നയിച്ചു. അപ്പോ സമൂഹം ട്രാൻസ്ഫോർമേഷൻ ചെയ്തത് എങ്ങനെയാണ് സൊസൈറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്യപ്പെട്ടത്? ശാസ്ത്രീയവും സാങ്കേതികവുമായ പുരോഗതി പരമ്പരാഗത ഗ്രാമീണ കാർഷിക സമൂഹത്തിൽ നിന്ന് ട്രഡീഷണൽ റൂറൽ സൊസൈറ്റിയിൽ നിന്ന്, പരമ്പരാഗതം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ, അപ്പോൾ ട്രഡീഷണൽ റൂറൽ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ അർബൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആധുനിക നഗര വ്യാവസായിക സമൂഹത്തിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു? പരിവർത്തനത്തിലേക്ക് നയിച്ചു. ആൻഡ് ദെൻ പിന്നീട് എന്താ പറയുന്നത്? ഡു ന്യൂ ഇൻവെൻഷൻ ആസ് വി വിൽ സ്റ്റഡി ലേറ്റർ ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ changed from small home based to large scale factory like enterprises. പിന്നീട് നമ്മൾ പഠിക്കുന്നത് പോലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കാരണം ചെറിയ വീടുകളിൽ നിന്ന് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതായത് ആസ് വി വിൽ സ്റ്റഡി ലേറ്റർ പിന്നീട് നമ്മൾ പഠിക്കുന്നത് പോലെ ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ചാർജ്ഡ് ഫ്രം സ്മാൾ ഹോം, അതായത് എന്താ അവിടെ പറയുന്നത്? പിന്നീട് നമ്മൾ പഠിക്കുന്നത് പോലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കാരണം ചെറിയ വീടുകളിൽ നിന്ന് വലിയ തോതിലുള്ള ഫാക്ടറികൾ പോലുള്ള സംരംഭങ്ങളിലേക്ക് ഉൽപാദനത്തിന്റെ തോത് മാറി. ഇത്രയുള്ളൂ. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രികളിൽ നിന്നും കുടിൽ വ്യവസായങ്ങളിൽ നിന്നും വലിയ വലിയ ഫാക്ടറി വ്യവസായത്തിലേക്ക് നമ്മളുടെ സംരംഭങ്ങൾ മാറി. ഇപ്പൊ എന്താണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്? ശാസ്ത്രീയവും സയന്റിഫിക് ആയിട്ടും ടെക്നോളജിക്കൽ ആയിട്ടുള്ള പുരോഗതി ഗ്രാമീണ കാർഷിക സമൂഹത്തിൽ നിന്ന് നഗര വ്യാവസായിക സമൂഹത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതിന് കാരണമായി. അതേപോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതായത് എന്താ ഇവിടെ പറയുന്നത്? ന്യൂ ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കാരണം സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രികളൊക്കെ ഏതിലേക്ക് മാറി? വലിയ വലിയ ഫാക്ടറികൾ പോലുള്ള സംരംഭങ്ങളിലേക്ക് ഉൽപാദനത്തിന്റെ തോത് മാറ്റി. ഇതാണ് തേർഡ് പാരഗ്രാഫിലൂടെ പറയുന്നത്. അപ്പൊ കുട്ടികളെ, നിങ്ങൾ അതിൽ വേണ്ട തേർഡ് പാരഗ്രാഫിൽ എത്ര വരെ വേണമെന്ന് അടയാളപ്പെടുത്തിയിടുക. അതേപോലെ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് ഫോർത്ത് പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ്. എമർജൻസ് ഓഫ് സോഷ്യോളജിയില് ഫോർത്ത് പാരഗ്രാഫില് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചോളൂ. The extensive changes though central to the process of industrialization and modernization rather create a paradoxical situation. പാരഡോക്സിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? വിരോധാഭാസം എന്ന് പറയാം. പാരഡോക്സിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിരോധാഭാസ സാഹചര്യം എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. The extensive changes though central to the process of industrialization and modernization rather created a paradoxical situation. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായവൽക്കരണത്തിന്റെയും മോഡേണൈസേഷൻ ആധുനികവൽക്കരണത്തിന്റെയും പ്രക്രിയയുടെ വ്യവസായവൽക്കരണത്തിന്റെയും ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യവസായവൽക്കരണം. അപ്പൊ വ്യവസായവൽക്കരണത്തിന്റെയും
മോഡേണൈസേഷൻ ആധുനികവൽക്കരണത്തിൻ്റെയും പ്രക്രിയയുടെ കേന്ദ്ര ബിന്ദു ആയിരുന്നെങ്കിലും ഈ വിപുലമായ മാറ്റങ്ങൾ ഒരു വിരോധാഭാസ സാഹചര്യം സൃഷ്ടിച്ചു. ഇവിടെ പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ കാരണമാണ് പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഉണ്ടായത്? എന്ത് കാരണമാണ് ഇവിടെ പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഉണ്ടായത്? അതായത് വ്യവസായവൽക്കരണത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും പ്രക്രിയയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നെങ്കിലും ഈ വിപുലമായ മാറ്റങ്ങൾ ഒരു വിരോധാഭാസ സാഹചര്യം സൃഷ്ടിച്ചു. അപ്പോൾ ഇവിടെ വിരോധാഭാസ സാഹചര്യം സൃഷ്ടിച്ചത് ഏതിൻ്റെയൊക്കെ ഫലമായിട്ടാണ്? പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഉണ്ടായത് ഏതിൻ്റെയൊക്കെ ഫലമായിട്ടാണ്? വ്യവസായവൽക്കരണത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും പ്രക്രിയയുടെ കേന്ദ്ര ബിന്ദു ആയിരുന്നെങ്കിലും ഈ വിപുലമായ മാറ്റങ്ങൾ എന്ത് സൃഷ്ടിച്ചു? ഒരു വിരോധാഭാസം, ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷൻ സൃഷ്ടിച്ചു. പിന്നെ എന്താണ് പറയുന്നത്? Paradoxical because it was marked by hope and despair simultaneously. Hope because of the transformation of social, economic, cultural and political aspect of life. ഇവിടെ എന്താ പറയുന്നത്? ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യാശ. ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ? നിരാശ. അപ്പൊ പ്രത്യാശയും നിരാശയും, ഹോപ്പ് എന്ന് പറഞ്ഞാല് പ്രത്യാശ, ഡിസപ്പയർ എന്ന് പറഞ്ഞാൽ നിരാശ. അപ്പൊ പ്രത്യാശയും നിരാശയും ഒരേ സമയം അടയാളപ്പെടുത്തിയതിനാൽ ഇതൊരു വിരോധാഭാസമാണ്. എന്താ മക്കളെ ഇവിടെ പറയുന്നത്? പാരഡോക്സിക്കൽ ബിക്കോസ് ഇറ്റ് വാസ് മാർക്ക്ഡ് ബൈ ഹോപ്പ് ആൻഡ് ഡിസപ്പയർ സ്റ്റിമുലേനിയസ്ലി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യാശ. ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ? നിരാശ. അപ്പൊ പ്രത്യാശയും നിരാശയും ഒരേ സമയം അടയാളപ്പെടുത്തുന്നതിനാൽ ഇതെന്താണ്? ഒരു പാരഡോക്സിക്കലാണ്, ഒരു വിരോധാഭാസമാണ്. അപ്പോ വിരോധാഭാസമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഹോപ്പും ഡിസപ്പിയറും. ഹോപ്പ് പറഞ്ഞാൽ എന്താണ്? ഹോപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യാശയും, ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാശയും. അപ്പൊ പ്രത്യാശയും നിരാശയും ഒരേ സമയം അടയാളപ്പെടുത്തുന്നതിനാൽ ഇതൊരു എന്തായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഒരു വിരോധാഭാസമാണ്. പിന്നെന്താ അവിടെ പറയുന്നത്? ഹോപ്പ് ബിക്കോസ് ഓഫ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്ട് ഓഫ് ലൈഫ്. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പഴയ പരമ്പരാഗത സമൂഹത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ വശങ്ങളെ യുക്തിസഹവും പ്രബുദ്ധവുമായ തത്വചിന്തയായി വീക്ഷിക്കപ്പെടുന്നതിലേക്ക് ഏത് നയിച്ചു എന്നാ പറയുന്നത്? പ്രത്യാശ നയിച്ചു. അപ്പൊ ഇവിടെ എന്താ? ഹോപ്പ് ബിക്കോസ് ഓഫ് ദ ട്രാൻസ്ഫർമേഷൻ. ഈ ഹോപ്പ്, പ്രത്യാശ എന്തിലേക്കൊക്കെ നയിച്ചു? സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയപരമായ ജീവിതത്തിലേക്ക് ഏത് നയിച്ചു? ഹോപ്പ്, പ്രത്യാശ നയിച്ചു. അപ്പൊ പ്രത്യാശ എന്തിലേക്ക്? ഞാൻ പറഞ്ഞു പ്രത്യാശയും നിരാശയും ഒരേ സമയം അടയാളപ്പെടുത്തുന്നതിനാൽ ഇതൊരു വിരോധാഭാസമാണ്. ഇനി പ്രത്യാശ എന്തിലേക്കൊക്കെ നയിച്ചു എന്നാ പറയുന്നത്? സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഏത് നയിച്ചു എന്നാ പറയുന്നത്? പ്രത്യാശ നയിച്ചു. പിന്നീട് ഇനി നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ മക്കളെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ പാരഗ്രാഫും ടീച്ചർ ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട്. അത് മാത്രം മാർക്ക് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി, മലയാളത്തിലും ഇംഗ്ലീഷിലും നന്നായി മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുക. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ദ എൻലൈറ്റ്മെന്റ് പീരിയഡ്.
എന്താ എൻലൈറ്റ്മെന്റ് പീരിയഡ് എന്ന് പറഞ്ഞാല്? ജ്ഞാനോദയ കാലഘട്ടം. ജ്ഞാനോദയം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, അറിവിന്റെ കാലഘട്ടം, എൻലൈറ്റ്മെന്റ് പീരിയഡ്. ശ്രദ്ധിച്ചോളൂ. The Enlightenment or the age of reason was a period of intellectual development which brought about significant changes in philosophical thought in Europe in the 18th century. യൂറോപ്പിൽ 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ദാർശനിക ചിന്തയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയ ഭൗതിക വികാസത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു ഏത്? ജ്ഞാനോദയ കാലഘട്ടം. The Enlightenment or the age of reason was a period of intellectual development. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് പറഞ്ഞാൽ എന്താണ്? ഭൗതിക വികാസത്തിന്റെ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് പറഞ്ഞാൽ ഭൗതിക വികാസത്തിന്റെ brought about significant change in philosophical thought. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? 18ാം നൂറ്റാണ്ടിൽ അതായത് നമ്മളുടെ ഫിലോസഫിക്കൽ തോട്ട് പറഞ്ഞ എന്താ? ദാർശനിക ചിന്ത. ഫിലോസഫിക്കൽ തോട്ട്, ദാർശനിക ചിന്ത. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നതിനാണ് പറയുക ഫിലോസഫിക്കൽ തോട്ട്. നമ്മളറിയാം, ഐസക് ന്യൂട്ടൻ ചിന്തിച്ച ആപ്പിള് വീഴുന്നത് ചിന്തിച്ചു. അങ്ങനെയാണ് ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ചിന്ത എന്താ? ദാർശനിക ചിന്തയാണ്. അപ്പൊ മക്കളെ, ദാർശനിക ചിന്ത, ഫിലോസഫിക്കൽ തോട്ട് പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തെ കുറിച്ച് ഒരു തിയറിയെ കുറിച്ച് അഗാധമായി ചിന്തിക്കുന്നതിന് പറയുന്ന പേരാണ് ഫിലോസഫിക്കൽ തോട്ട്. അപ്പൊ 18ാം നൂറ്റാണ്ടിലെ ദാർശനിക ചിന്തയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയ ഭൗതിക വികാസത്തിന്റെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഭൗതിക വികാസത്തിന്റെ ഒരു കാലഘട്ടത്തെയാണ് ജ്ഞാനോദയ കാലഘട്ടം എന്ന് പറയുന്നത്. And then many existing ideas and beliefs relating to social life were overthrown and replaced during this period. സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ആശയങ്ങളും വിശ്വാസങ്ങളും ഈ കാലയളവിൽ അട്ടിമറിക്കുകയും മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. എന്താണ്? മെനി എക്സിസ്റ്റിംഗ് ഐഡിയ ആൻഡ് ബിലീഫ്. ഒരുപാട് ഐഡിയകളും വിശ്വാസങ്ങളും. ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസം. അപ്പോ മെനി എക്സിസ്റ്റിംഗ് ഐഡിയാസ് ആൻഡ് ബിലീഫ് റിലേറ്റിംഗ് ടു സോഷ്യൽ ലൈഫ് were overthrown and replaced during this period. സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ആശയങ്ങളും വിശ്വാസങ്ങളും ഈ കാലയളവിൽ എന്ത് ചെയ്യപ്പെട്ടു? അട്ടിമറിക്കപ്പെടുകയും മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. And then the most prominent thinkers associated with the Enlightenment were the French philosophers Charles Montesquieu and Jean-Jacques Rousseau. ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട് എൻലൈറ്റ്മെന്റ് പീരിയഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്തകരായി അറിയപ്പെടുന്നത് ഫ്രഞ്ച് തത്വചിന്തകനായ ചാൾസ് മോണ്ടസ്ക്യൂയും ജീൻ ജാക്കസ് റൂസോയുമാണ്. അപ്പോൾ ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അറിയപ്പെടുന്ന 2 ആളുകൾ ആരൊക്കെയാണ്? ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഫ്രഞ്ച് ഫിലോസഫർ ആയിട്ടുള്ള ചാൾസ് മോണ്ടസ്ക്യൂവും ജീൻ ജാക്കസ് റൂസോയുമാണ്. അപ്പൊ ഇതാണ് എൻലൈറ്റ്മെന്റ് പീരിയഡിനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെക്കേണ്ടത്. എൻലൈറ്റ്മെന്റ് പീരിയഡ് പറഞ്ഞാൽ 18ാം നൂറ്റാണ്ടിൽ നമ്മളുടെ ദാർശനിക ചിന്തയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയ ഭൗതിക വികാസത്തിന്റെ ഒരു കാലഘട്ടത്തെയാണ് എൻലൈറ്റ്മെന്റ് പീരിയഡ് എന്ന് പറയുന്നത്. സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ആശയങ്ങളും വിശ്വാസങ്ങളും ഈ കാലയളവിൽ അട്ടിമറിക്കുകയും മാറ്റി സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അതേപോലെ തന്നെ
ജ്ഞാനോദയ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട തത്വചിന്തകരാണ് ഫ്രഞ്ച് തത്വചിന്തകനായ ചാൾസ് മൊണ്ടസ്ക്യോയും അതേപോലെ തന്നെ ജീൻ ജാക്കബ് റൂസോയും. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വീഡിയോ ഒരു വട്ടം ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക. അതേപോലെ തന്നെ അന്ന് ടീച്ചർ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിൽ വരുന്ന ആദ്യ ടോപ്പിക്കുകൾ. ഇനി അടുത്ത ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സുകൾ കാണാം. ഓക്കെ, സെക്കൻഡ് യൂണിറ്റിൽ തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ദ സയന്റിഫിക് റെവല്യൂഷൻ. എന്താണ് സയന്റിഫിക് റെവല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. എന്നാണ് ഈ സയന്റിഫിക് റെവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത് എന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ കടന്നു പോകുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ്. Europe produced a scientific revolution in Renaissance period of 14th to 15th century, which was marked by a new attitude towards man and nature. അതായത് 14ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള നവോത്ഥാന കാലഘട്ടത്തിൽ യൂറോപ്പ് ഒരു ശാസ്ത്രീയ വിപ്ലവം സയന്റിഫിക് റെവല്യൂഷൻ സൃഷ്ടിച്ചു. 14ാം നൂറ്റാണ്ടിനും അതായത് 14th and 15th century 14ാം നൂറ്റാണ്ടിനും 16ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള നവോത്ഥാന കാലഘട്ടത്തിൽ യൂറോപ്പ് ഒരു സയന്റിഫിക് റെവല്യൂഷന് രൂപം കൊടുത്തു, അഥവാ ഒരു ശാസ്ത്രീയ വിപ്ലവം സൃഷ്ടിച്ചു. And then which was marked by a new attitude towards man and nature. അത് മനുഷ്യനോടും പ്രകൃതിയോടും ഒരു പുതിയ മനോഭാവത്താൽ അടയാളപ്പെടുത്തി. വിച്ച് വാസ് മാർക്ക്ഡ് ബൈ, മാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തുക. ന്യൂ ആറ്റിറ്റ്യൂഡ്, പുതിയ മനോഭാവം ടുവേർഡ്സ് മാൻ ആൻഡ് നേച്ചർ. അത് മനുഷ്യനോടും പ്രകൃതിയോടും ഒരു പുതിയ മനോഭാവങ്ങൾ അടയാളപ്പെടുത്തി. അത് മനുഷ്യനോടും എന്താ പറയുന്ന മാൻ ആൻഡ് നേച്ചർ. മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി. അത് മനുഷ്യനോടും പ്രകൃതിയോടും എന്ത് ചെയ്യപ്പെട്ടു എന്നാ പറയുന്നത്? ഒരു പുതിയ മനോഭാവങ്ങൾ അടയാളപ്പെടുത്തി. ആൻഡ് ദെൻ ഇത് അതേപോലെ നാച്ചുറൽ ഒബ്ജക്റ്റ് ബിക്കം ദ സബ്ജക്ട് ഓഫ് ക്ലോസ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്. അതേപോലെ തന്നെ പ്രകൃതി വസ്തുക്കൾ സൂക്ഷ്മ നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും വിഷയമായി. നാച്ചുറൽ ഒബ്ജക്റ്റ്, പ്രകൃതി വസ്തുക്കൾ. നാച്ചുറൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ഒബ്ജക്റ്റ് എന്തിനു വിധേയമായി? പ്രകൃതി വസ്തുക്കൾ സൂക്ഷ്മ നിരീക്ഷണത്തിനും അതായത് ക്ലോസ് ഒബ്സർവേഷൻ, സൂക്ഷ്മമായ നിരീക്ഷണത്തിനും അതേപോലെ തന്നെ പിന്നെന്താണ്? പരീക്ഷണത്തിനും വിഷയമായി. And then the impact of this revolution was crucial, therefore not just in changing material life but also the ideas which people held about nature and society. അപ്പോ ഞാൻ പറഞ്ഞു എന്താ നമ്മളിവിടെ പറഞ്ഞേ? നാച്ചുറൽ ഒബ്ജക്റ്റ് ബിക്കം സബ്ജക്ട് ഓഫ് ക്ലോസ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ് പറഞ്ഞു. പ്രകൃതി വസ്തുക്കൾ സൂക്ഷ്മ നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും വിധേയമായി. അതേപോലെ തന്നെ the impact of this revolution was crucial, therefore not just in changing material life but also the ideas which people held about nature and society. അതിനാൽ ഈ വിപ്ലവത്തിന്റെ സ്വാധീനം നിർണായകമായിരുന്നു.
ഭൗതിക ജീവിതത്തെ മാറ്റുന്നതിൽ മാത്രമല്ല, പ്രകൃതിയെയും സമൂഹത്തെയും ആളുകളുടെ ആശയങ്ങളിലൊക്കെ ഒരു മാറ്റം വരാൻ ഏത് വിപ്ലവം കാരണമായി? ഈ സയന്റിഫിക് റവല്യൂഷൻ കാരണമായി. അതിനാൽ ഈ വിപ്ലവത്തിന്റെ സ്വാധീനം, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ ഇമ്പാക്ട് ഓഫ് ദിസ് റെവല്യൂഷൻ വാസ് ക്രൂഷ്യൽ. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനാൽ ഈ വിപ്ലവത്തിന്റെ സ്വാധീനം ക്രൂഷ്യലായിരുന്നു, നിർണായകമായിരുന്നു. അതേപോലെ എന്താണ്? just in changing material life but also the ideas which people held about nature and society. ഈ വിപ്ലവത്തിന്റെ സ്വാധീനം ക്രൂഷ്യലായിരുന്നു, നിർണായകമായിരുന്നു. മെറ്റീരിയൽ ലൈഫ്, ഭൗതിക ജീവിതത്തെ മാറ്റുന്നതിൽ മാത്രമല്ല, പ്രകൃതിയെയും സമൂഹത്തെയും ആളുകളുടെ ആശയങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ ഏത് റവല്യൂഷൻ കാരണമായി? സയന്റിഫിക് റവല്യൂഷൻ കാരണമായി. അതേപോലെ some major development of the scientific revolution, Copernican revolution. അതേപോലെ തന്നെ സയന്റിഫിക് റവല്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട വളർച്ചയാണ് കോപ്പർനിക്കൻ റവല്യൂഷൻ. ദ ഏജ് ഓഫ് എക്സ്പെരിമെന്റ്സ് സയന്റിസ്റ്റ് ലൈക്ക്. ആരൊക്കെയാണ് ഈ ഒരു റവല്യൂഷൻ, ഈ ശാസ്ത്രീയ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്? ഗലീലിയോ ഗലീലി, ജോണസ് കെപ്ലർ ആൻഡ് ഐസക് ന്യൂട്ടൻ. ഗലീലിയോ ഗലീലി, ജോണസ് കെപ്ലർ ആൻഡ് ഐസക് ന്യൂട്ടൻ പോലുള്ള മഹാന്മാരായിട്ടുള്ള സയന്റിസ്റ്റുകളാണ് ഏത് റവല്യൂഷന് നേതൃത്വം കൊടുത്തത്? സയന്റിഫിക് റവല്യൂഷന് നേതൃത്വം കൊടുത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കില് അടയാളപ്പെടുത്തിയിടുക. അതേപോലെ തന്നെ ക്ലാസ് കേട്ട് നന്നായി മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് അതിലെടുക്കാനുള്ള ടോപ്പിക്കാണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ദാറ്റ് സ്വെപ്റ്റ് 19th century യൂറോപ്യൻ സൊസൈറ്റി. അതായത് 19ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ സൊസൈറ്റിയിൽ ഉണ്ടായ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾ ഏതൊക്കെയെന്നാ ചോദിക്കണേ. 19ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള സാമൂഹികവും സാമ്പത്തികപരമായ ചേഞ്ചസുകൾ ഏതൊക്കെ? 2 ചേഞ്ചസുകളാണുള്ളത്. ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും. അപ്പോ 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള 2 ചേഞ്ചസുകളാണ്, സാമൂഹികമായും സാമ്പത്തികപരമായിട്ടുള്ള 2 ചേഞ്ചസുകളാണ് ഏതൊക്കെ? ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതിന് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ നോക്കാം. ഫ്രഞ്ച് റവല്യൂഷനിൽ എന്താ പറയുന്നത് നോക്കിക്കോളൂ. ഫ്രഞ്ച് റവല്യൂഷൻ ഓഫ് 1789 marked a turning point in the history of human struggle for liberty, fraternity and equality. എന്താണ് പറയുന്നത്? 1789 ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം, സഹോദര്യം, സമത്വം എന്നിവയ്ക്കുള്ള മനുഷ്യ പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി. French Revolution of 1789 marked a turning point in the history of human struggle for liberty, fraternity and equality. 1789 ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം, സഹോദര്യം, സമത്വം. അതെ, എന്താ സ്വാതന്ത്ര്യം? ലിബർട്ടി പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഫ്രറ്റർണിറ്റി പറഞ്ഞാൽ സഹോദര്യം, ഈക്വാലിറ്റി എന്നാൽ സമത്വം എന്നിവയ്ക്കുള്ള മനുഷ്യ പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാവാൻ ഏതിനു സാധിച്ചു? 1789 ഫ്രഞ്ച് വിപ്ലവത്തിന് സാധിച്ചു. And then it put an end to the age of feudalism and ushered in a new order of society. അത് ഫ്യൂഡലിസത്തിന്റെ യുഗത്തിന് അന്ത്യം കുറിച്ചു, പുതിയൊരു സാമൂഹ്യ ക്രമത്തിലേക്ക് നയിച്ചു. ന്യൂ ഓർഡർ ഓഫ് സൊസൈറ്റി. അതായത് ന്യൂ ഓർഡർ ഓഫ് സൊസൈറ്റി അതായത് പുതിയ സാമൂഹ്യ ക്രമത്തിന് തുടക്കം കുറിക്കുകയും ഫ്യൂഡലിസത്തിന്റെ യുഗത്തിന് അവസാനം കുറിച്ചു.
അപ്പൊ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മുതലാളിത്ത ബ്യൂറോക്രാറ്റിക് സമൂഹങ്ങളെയാണ് ഫ്യൂഡൽ പ്രഭുക്കന്മാർ എന്ന് പറയുക. അപ്പൊ അത്തരത്തിലുള്ള ഫ്യൂഡലിസത്തിന് അന്ത്യം കുറിക്കുകയും പുതിയൊരു സാമൂഹ്യ ക്രമത്തിലേക്ക് നയിക്കുന്നതിനും ഏത് വിപ്ലവം കാരണമായി തീർന്നു? ഫ്രഞ്ച് വിപ്ലവം കാരണമായി. An important contribution of this revolution was for reaching changes that it brought not only French society and society throughout Europe. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, ഒരുപാട് എഴുത്തുകാരുടെ കോൺട്രിബ്യൂഷൻസുകൾ സമൂഹത്തിൽ തന്നെ, ഫ്രഞ്ച് സമൂഹത്തിൽ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകാൻ സഹായിച്ചു. ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻ, ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ റെവല്യൂഷൻ വാസ് ദ ഫാർ റീച്ചിങ് ചേഞ്ചസ് ദാറ്റ് ഇറ്റ് ബ്രോട്ട് നോട്ട് ഓൺലി ഫ്രഞ്ച് സൊസൈറ്റി ത്രൂഔട്ട് യൂറോപ്പ്. അതായത് ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻസുകൾ കാരണം ഫ്രഞ്ച് സമൂഹത്തിൽ തന്നെ അത് പലതരത്തിലുള്ള, യൂറോപ്പിലെ ഫ്രഞ്ച് സമൂഹത്തിൽ തന്നെ അത് പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നു. അതേപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട തിങ്കേഴ്സുകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? സം ഓഫ് ദ തിങ്കേഴ്സ് വർ, ആരൊക്കെയായിരുന്നു ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ? മൊണ്ടസ്ക്യൂ 1689 തൊട്ട് 1755 വരെയുള്ള കാലഘട്ടമാണ് ആര്? മൊണ്ടസ്ക്യൂ. ലോക്ക് 1632 തൊട്ട് 1704 വരെയുള്ള കാലഘട്ടത്തിലെ എഴുത്തുകാരനായിരുന്നു ലോക്ക്. വോൾട്ടയർ 1954 to 1778 and റൂസോ 1712 and 1778. അപ്പൊ ഇവരൊക്കെയാണ് ഫ്രഞ്ച് റവല്യൂഷന് നേതൃത്വം വഹിച്ച പ്രധാനപ്പെട്ട ആളുകൾ. ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ്, ഇവരുടെയൊക്കെ ബുക്കുകളാണ് ഫ്രഞ്ച് റവല്യൂഷന്, ഫ്രഞ്ച് വിപ്ലവത്തിന് വളരെയധികം മുതൽകൂട്ടായത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായിക വിപ്ലവം. The Industrial Revolution was not a single event, but refers to a set of interrelated developments that led to the transformation of the Western world from a largely agrarian system. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ എന്താ പറയുന്നത്? വ്യവസായിക വിപ്ലവം ഒരൊറ്റ സംഭവമായിരുന്നില്ല. The Industrial Revolution was not a single event. വ്യവസായിക വിപ്ലവം ഒരു സിംഗിൾ ഇവന്റ് ആയിരുന്നില്ല, ഒരൊറ്റ സംഭവമായിരുന്നില്ല. But refers to a set of interrelated developments that led to the transformation of the Western world from a largely agrarian system. മറിച്ച് പാശ്ചാത്യ ലോകത്തെ ഒരു വലിയ കാർഷിക വ്യവസായത്തിൽ നിന്ന് ഒരു വൻ വ്യാവസായിക വ്യവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിലേക്ക് നയിച്ച പരസ്പര ബന്ധിതമായ ഒരു കൂട്ടം സംഭവ വികാസങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വ്യാവസായിക വിപ്ലവം ഒരു ഒറ്റ സംഭവമായിരുന്നില്ല, ഒരു സിംഗിൾ ഇവന്റ് മാത്രമായിരുന്നില്ല. മറിച്ച് പാശ്ചാത്യ ലോകത്തെ ഒരു വലിയ കാർഷിക വ്യവസായത്തിൽ നിന്ന് ഒരു വൻ വ്യവസായത്തിന്റെ വ്യവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിലേക്ക് നയിച്ച പരസ്പര ബന്ധിതമായ ഒരു കൂട്ടം സംഭവ വികാസങ്ങളെയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് 1760 ഇറ്റ് ബിഗാൻ അറൗണ്ട് 1715 AD. 1760 ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. It began around 1750 AD in England and brought about great changes in social and economic life of the people. ഇതിന്റെ ഭാഗമായിട്ട് സാമൂഹികവും സാമ്പത്തികപരമായ ഒരു മാറ്റം തന്നെ ആരിലുണ്ടായി? പീപ്പിൾസ്, ജനങ്ങളിൽ ഉണ്ടാകാൻ ഏത് കാരണമായി തീർന്നു? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? 1760 ഇംഗ്ലണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത്. മാത്രല്ല ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായി
ഭാഗമായി എന്താണ് അതൊരു ഒറ്റ സംഭവമായിരുന്നില്ല. അത് പാശ്ചാത്യ ലോകത്തെ ഒരു വലിയ കാർഷിക വ്യവസായത്തിൽ നിന്നും മാറ്റി വൻകിട വ്യവസായങ്ങൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങുന്ന ഒന്നായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാക്കാം. കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് വ്യവസായിക വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ഭാഗമായി പലതരത്തിലുള്ള റോ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ടെക്നിക്കലായിട്ടും തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഒരുപാട് പലതരത്തിലുള്ള നിർമ്മിതികൾ രൂപപ്പെടുത്താൻ ഏതിനു സാധിച്ചു? ഇൻഡസ്ട്രിയൽ റവല്യൂഷന് സാധിച്ചു. അങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായി പല വസ്ത്രങ്ങളിലും അതേപോലെ തന്നെ നമ്മളുടെ പലതരത്തിലുള്ള വീട്ടുപകരണങ്ങളിലും അതേപോലെ തന്നെ നമ്മളുടെ കാർഷിക ഉപകരണങ്ങളിലൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഏതിനു സാധിച്ചു? ഇൻഡസ്ട്രിയൽ റവല്യൂഷന് സാധിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു കാർഷിക വ്യവസായത്തിൽ നിന്ന് ഒരു വൻകിട വ്യവസായത്തിലേക്കുള്ള ഒരു മാറ്റമായിട്ടാണ് ഏതിനെ കാണുന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടീച്ചർ പറഞ്ഞത്. സയന്റിഫിക് റവല്യൂഷനും അതേപോലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് 19th സെഞ്ചുറി യൂറോപ്യൻ സൊസൈറ്റി 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളാണ് ഇതൊക്കെ ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വീഡിയോ കേൾക്കുക. അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ നന്നായിട്ട് വായിക്കുക. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിന്റെ ബാക്കി പാരഗ്രാഫുകളും കൂടി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ യൂണിറ്റ് 2 എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി യൂണിറ്റ് 2 പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ യൂണിറ്റ് 2 ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ തന്നെ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ദ റൈസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറി. സോഷ്യോളജിക്കൽ തിയറിയുടെ വളർച്ച. എന്തൊക്കെയാണ് സോഷ്യോളജിക്കൽ തിയറിയുടെ വളർച്ച എന്ന് നമുക്ക് നോക്കാം, ഉയർച്ച എന്ന് നമുക്ക് നോക്കാം. അതായത് ദിസ് വാസ് എ പീരിയഡ് ഓഫ് റിമാർക്കബിൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച് ഇൻ ഫിലോസഫിക്കൽ തോട്ട്. എന്താണ് അവിടെ പറയുന്നത്? ദിസ് വാസ് എ പീരിയഡ് of remarkable intellectual development and change in philosophical thought എന്നാ പറയുന്നത്. അതായത് ഇത് ശ്രദ്ധേയമായ ഭൗതിക വികാസത്തിൻ്റെയും ദാർശനിക ചിന്തയിലെ മാറ്റത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. അതായത് ഭൗതിക വികാസം എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൻ്റെയും ഫിലോസഫിക്കൽ തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാർശനിക ചിന്തയിലെ മാറ്റത്തിൻ്റെയും ഒരു കാലഘട്ടമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, സോഷ്യോളജിക്കൽ തിയറിയുടെ വളർച്ചയെ കണക്കാക്കുന്നത്. അപ്പോൾ സോഷ്യോളജിക്കൽ തിയറിയുടെ വളർച്ചയെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അതായത് ശ്രദ്ധേയമായ ഭൗതിക വികാസത്തിൻ്റെയും ഇന്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൻ്റെയും അതേപോലെ തന്നെ ഫിലോസഫിക്കൽ തോട്ടിൻ്റെയും ദാർശനിക ചിന്തയുടെയും മാറ്റത്തിൻ്റെ കാലഘട്ടമായിട്ടാണ് ഏതിൻ്റെ വളർച്ചയെ കണക്കാക്കുന്നത്? സോഷ്യോളജിക്കൽ തിയറിയുടെ വളർച്ചയെ നമ്മൾ കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പറയാണ് ഔട്ട് ഓഫ് ദ കോൺഷ്യസ്നെസ് അറീവ്ഡ് ബൈ ദ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് അബൌട്ട് ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സൊസൈറ്റി. The chief intellectual precursors that led to the emergence of sociology were firstly the philosophy of history, that is recognition of the fact that society progresses in stage and that because of the presence of this pattern, laws to understand society too can be formulated in a scientific and systematic manner on the lines of natural sciences. അതായത് ഇപ്പം എന്താണ് അവിടെ പറയുന്നത്
എന്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്? അതായത് സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ജ്ഞാനോദയ ചിന്തകൾ എത്തിച്ചേർന്ന സമവായത്തിൽ നിന്ന് സമൂഹശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് നയിച്ച പ്രധാന ഭൗതിക മുൻഗാമികൾ. അതായത് സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ജ്ഞാനോദയ ചിന്തകൾ എത്തിച്ചേർന്ന സമവായത്തിൽ നിന്ന് സമൂഹശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് നയിച്ച ഭൗതിക മുൻഗാമികളിൽ ഒന്നാമതായിട്ട് ഫസ്റ്റിലി ആരാണ്? ചരിത്രത്തിൻ്റെ ചിന്തയായിരുന്നു. അതായത് സമൂഹം ഘട്ടങ്ങളായി അല്ലെങ്കിൽ പാറ്റേണുകളായി പുരോഗമിക്കുന്നു എന്ന വസ്തുതയെക്കുറിച്ചുള്ള അംഗീകാരവും ഈ പാറ്റേണിൻ്റെ സാന്നിധ്യം കാണാം. സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള നിയമങ്ങളും സൊസൈറ്റിയെ മനസ്സിലാക്കുന്നതിനുള്ള നിയമങ്ങളും അതേപോലെ തന്നെ പ്രകൃതിശാസ്ത്രങ്ങളുടെ മാതൃകയിൽ ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ രീതിയിൽ രൂപപ്പെടുത്താൻ കഴിയും. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഒന്നും കൂടിയും ഈ ഒരു പാരഗ്രാഫ് ഞാൻ വ്യക്തമാക്കി തരാം. അതായത് ശ്രദ്ധേയമായ ഭൗതിക വികാസത്തിൻ്റെയും ദാർശനിക ചിന്തയിലെ മാറ്റത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. This was a period of a remarkable intellectual development and change in philosophical thought. ശ്രദ്ധേയമായ ഭൗതിക വികാസത്തിൻ്റെയും ദാർശനിക ചിന്തയിലെ മാറ്റത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. പിന്നെന്താണ് പറയുന്നത്? ഔട്ട് ഓഫ് ദ consensus arrived by the enlightenment thinkers about the change in take place in the society. സമൂഹത്തിൽ സംഭവിക്കുന്ന ചേഞ്ചിങ് മാറ്റങ്ങളെക്കുറിച്ച് ജ്ഞാനോദയ ചിന്തകൾ. എങ്ങനത്തെ ചിന്തകളാണ്? എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ്. എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനോദയ ചിന്തകൾ എത്തിച്ചേർന്ന സമവായത്തിൽ നിന്ന് സമൂഹശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിലേക്കു നയിച്ച പ്രധാന ഭൗതിക മുൻഗാമികൾ. അതൊന്നാമതായി ഫസ്റ്റിലി ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ തത്വചിന്തയായിരുന്നു. അതായത് സമൂഹം അപ്പോൾ ഒന്നാമതായിട്ട് എങ്ങനെയാണ് എന്നാ പറയുന്നത്? ഫിലോസഫി ഓഫ് ഹിസ്റ്ററി ദാറ്റ് ഈ ഫ്രീ റെക്കഗ്നേഷൻ ഓഫ് ദ ഫാക്ട് ദാറ്റ് സൊസൈറ്റി പ്രോഗ്രസ് ഇൻ സ്റ്റേജ് ആൻഡ് ദാറ്റ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് പാറ്റേൺ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? സമൂഹം ഘട്ടങ്ങളായി പാറ്റേണുകളായി പുരോഗമിക്കുന്നു എന്ന വസ്തുതയെക്കുറിച്ചുള്ള അംഗീകാരവും ഈ പാറ്റേണിൻ്റെ സാന്നിധ്യം കാരണം സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള നിയമങ്ങളും പ്രകൃതിശാസ്ത്രങ്ങളും സൊസൈറ്റിയെ മനസ്സിലാക്കുന്നതിനുള്ള നിയമങ്ങളും ലോസുകളും അതേപോലെ തന്നെ പ്രകൃതിശാസ്ത്രങ്ങളും അതേപോലെ തന്നെ പ്രകൃതിശാസ്ത്രങ്ങളുടെ മാതൃകയിൽ ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്, സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതവുമായ രീതിയിൽ രൂപപ്പെടുത്താൻ കഴിയും. ഇതാണ് ഏതിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത്? സോഷ്യോളജിക്കൽ തിയറിയുടെ വളർച്ചയ്ക്ക് കാരണമായത്. And secondly, the emergence of quantitative method of social survey. രണ്ടാമതായിട്ട് എന്താണ് അവിടെ പറയുന്നത്? ഒരു സാമൂഹിക സർവേ എങ്ങനെ നടത്തപ്പെട്ടു എന്നാ പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലൂടെയുള്ള സാമൂഹിക സർവേയും നടത്തപ്പെട്ടിരുന്നു. ഇതാണ് ഏതിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത്? സോഷ്യോളജിക്കൽ തിയറിയുടെ വളർച്ചയ്ക്ക് കാരണമായത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ടോപ്പിക്കിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി. എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി എന്താണ്? എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജിയിൽ പറയുന്നത് നമുക്ക് നോക്കാം. സാമൂഹിക നരവംശാസ്ത്രത്തിൻ്റെ ഉദയം അഥവാ വളർച്ച. സാമൂഹിക നരവംശാസ്ത്രത്തിൻ്റെ ഉദയം അതല്ലെങ്കിൽ വളർച്ച. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിക്കോളൂ. എന്താണ് ടോപ്പിക്ക്? എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി. സാമൂഹിക ആന്ത്രോപോളജി പറഞ്ഞാൽ എന്താ? സാമൂഹിക നരവംശാസ്ത്രം. ആ സാമൂഹിക നരവംശാസ്ത്രത്തിൻ്റെ എമർജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദയം അഥവാ വളർച്ച. ശ്രദ്ധിക്കൂ. ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ്
Anthropology and its academic profession began as an intersection of natural science and humanities. പ്രകൃതിശാസ്ത്രത്തിൻ്റെയും നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിശാസ്ത്രം, പ്രകൃതിശാസ്ത്രത്തിൻ്റെയും ഹ്യൂമാനിറ്റി എന്ന മാനവികതയുടെയും ഒരു കൂടിച്ചേരലായിട്ടാണ് നരവംശാസ്ത്രത്തിൻ്റെ വിഷയവും അതിൻ്റെ അക്കാദമിക് തൊഴിലും ആരംഭിച്ചത്. ഇപ്പം നരവംശാസ്ത്രത്തിൻ്റെ വിഷയം ആന്ത്രോപോളജിയുടെ അക്കാഡമിക് പ്രൊഫഷനും സബ്ജക്റ്റും ആരംഭിച്ചത് എങ്ങനെയാണ്? ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ആന്ത്രോപോളജി ആൻഡ് ഈസ് അക്കാഡമിക് പ്രൊഫഷൻ. നരവംശാസ്ത്രത്തിൻ്റെ അക്കാഡമിക് പ്രൊഫഷനും സബ്ജക്റ്റ് മാറ്ററും ആരംഭിച്ചത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? പ്രകൃതിശാസ്ത്രത്തിൻ്റെയും, പ്രകൃതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സയൻസിൻ്റെയും ഹ്യൂമാനിറ്റി മാനവികതയുടെയും ഒരു കൂടിച്ചേരലായിട്ടാണ് ഏതാരംഭിച്ചത്? നരവംശാസ്ത്രത്തിൻ്റെ വിഷയവും അക്കാഡമിക് പ്രൊഫഷനും അക്കാദമിക് തൊഴിലും ആരംഭിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അടുത്തതായിട്ട് പറയാണ് social anthropology being part of anthropology. Its emergence has been historically linked with the development of other components of anthropology. അതായത് നരവംശാസ്ത്രത്തിൻ്റെ ഭാഗമായ സാമൂഹിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം ചരിത്രപരമായി നരവംശാസ്ത്രത്തിൻ്റെ മറ്റ് ഘടകങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Social anthropology being part of anthropology, its emergence has been historically linked with the development of other components of anthropology. അതായത് നരവംശാസ്ത്രത്തിൻ്റെ ഭാഗമായ സാമൂഹിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം ചരിത്രപരമായി നരവംശാസ്ത്രത്തിൻ്റെ മറ്റു ഘടകങ്ങളുടെ വികസനവുമായി ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു തരാം. നരവംശാസ്ത്രത്തിൻ്റെ ഭാഗമായ ആന്ത്രോപോളജിയുടെ ഭാഗമായ സോഷ്യോളജിയുടെ ആവിർഭാവം ചരിത്രപരമായി നരവംശാസ്ത്രത്തിൻ്റെ മറ്റു ഘടകങ്ങളുടെ വികാസവുമായി എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. ആന്ത്രോപോളജിയുടെ ഭാഗമായ സോഷ്യോളജിയുടെ ആവിർഭാവം ചരിത്രപരമായി നരവംശാസ്ത്രത്തിൻ്റെ അഥവാ ആന്ത്രോപോളജിയുടെ മറ്റു ഘടകങ്ങളുടെ വികാസവുമായിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. And then the emergence of social anthropology has also been closely linked with other disciplines of social science such as sociology, philosophy, and then history, psychology, social psychology, political science, economics. But the closest discipline of social anthropology is sociology. അതായത് എന്താ അവിടെ പറയുന്നത്? സാമൂഹിക നരവംശാസ്ത്രത്തിൻ്റെ ആവിർഭാവം സമൂഹശാസ്ത്രം സോഷ്യോളജി, പിന്നെ ഫിലോസഫി തത്വചിന്ത, പിന്നെ എന്തനോ ഹിസ്റ്ററി വംശീയ ചരിത്രം, പിന്നെ ഹിസ്റ്ററി ചരിത്രം, പിന്നെ ഫിലോസഫി മനഃശാസ്ത്രം, അതേപോലെ പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രീയ ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ്, അതേപോലെ തന്നെ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ മറ്റ് വിഷയങ്ങളും അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഏറ്റവും അടുത്ത ശാഖ എന്ന് പറയുന്നത് സോഷ്യോളജി തന്നെയാണ്. ഇത്ര ഓർത്ത് വെക്കുക. സോഷ്യൽ ആന്ത്രോപോളജി സാമൂഹിക നരവംശാസ്ത്രം ഏതൊക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? സമൂഹശാസ്ത്രമായിട്ടും തത്വചിന്ത ഫിലോസഫിയുമായിട്ടും അതേപോലെ തന്നെ പിന്നെ ഏതാണ് സോഷ്യോളജിയുമായിട്ടും ഫിലോസഫിയായിട്ടും എന്തനോ ഹിസ്റ്ററി പറഞ്ഞാൽ വംശീയ ചരിത്രമായിട്ടും ഹിസ്റ്ററി ചരിത്രമായിട്ടും മനഃശാസ്ത്രമായിട്ടും സൈക്കോളജി ആയിട്ടും പൊളിറ്റിക്കൽ സയൻസ് ആയിട്ടും എക്കണോമിക്സ് ആയിട്ടൊക്കെ സോഷ്യൽ ആന്ത്രോപോളജി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ സാമൂഹിക നരവംശാസ്ത്രത്തിൻ്റെ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഏറ്റവും അടുത്ത ശാഖ ആരെന്നെയാണ്? സോഷ്യോളജിയാണ്.
ഇപ്പോൾ സോഷ്യൽ ആന്ത്രോപോളജി അല്ലെങ്കിൽ സാമൂഹിക നരവംശാസ്ത്രം ഏതൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സോഷ്യോളജിയുമായിട്ടും തത്വചിന്ത ഫിലോസഫിയുമായിട്ടും അതേപോലെ തന്നെ എന്തനോ ഹിസ്റ്ററി ആയിട്ടും പൊളിറ്റിക്കൽ സയൻസ് ആയിട്ടും എക്കണോമിക്സ് ആയിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും സാമൂഹിക നരവംശാസ്ത്രം ഏതായിട്ടാ കൂടുതൽ അടുത്ത ശാഖ എന്ന് പറയുന്നത്? സാമൂഹിക നരവംശാസ്ത്രത്തിന്റെ അടുത്ത ശാഖ ഏതന്നെയാണ്? സോഷ്യോളജി തന്നെയാണ്. ഇത്രയും. അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്ന ഇതെന്താ നോക്കാം. ആന്ത്രോപോളജി ഈസ് വെരി ഓൾഡ് സബ്ജക്റ്റ്. ആന്ത്രോപോളജി എന്ന് പറയുന്നത് നരവംശാസ്ത്രം അതൊരു ഓൾഡ് സബ്ജക്റ്റ് ആണ്, ഒരു പഴയ സബ്ജക്റ്റ് ആണ്. ആന്ത്രോപോളജി ഈസ് എ വേർഡ് വിച്ച് ദ ആൻഷ്യന്റ് ഗ്രീക്ക് ഹാഡ് ആൾസോ യൂസ്ഡ്. ആൻഷ്യന്റ് ഗ്രീക്കിൽ നിന്നാണ് ആന്ത്രോപോളജി എന്ന പദം എടുത്തിട്ടുള്ളത്. ആന്ത്രോപോളോജിയ occurs in 1595. ആന്ത്രോപോളോജിയ എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഈ ആന്ത്രോപോളോജിയ എന്നാണ് രൂപം കൊണ്ടത്? 1595 ഇമാനുവൽ കാണ്ട് പബ്ലിഷ്ഡ് എ ബുക്ക് ഇൻ 1798. ആദ്യമായിട്ട് ആന്ത്രോപോളജിയെ കുറിച്ചൊരു ബുക്ക് പബ്ലിഷ് ചെയ്തത് ആരാണ്? ഇമാനുവൽ കാണ്ട് എന്ന 1798 1798 ഇമാനുവൽ കാണ്ടാണ് ആന്ത്രോപോളജിയെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുള്ളത്. ആന്ത്രോപോളജി ഇൻ പ്രാഗ്മാറ്റിക്. അതേപോലെ തന്നെ അദ്ദേഹം എഴുതിയ ബുക്കിന്റെ പേരെന്താണ്? ആന്ത്രോപോളജിയെ കുറിച്ച് ഇമാനുവൽ കാണ്ട് 1798 ഒരു പുസ്തകം രൂപം കൊടുത്തു. ആ പുസ്തകത്തിന്റെ പേരാണ് ആന്ത്രോപോളജി ഇൻ പ്രാഗ്മാറ്റിക് ഹിൻചാർട്ട്. ആന്ത്രോപോളജി ഇൻ പ്രാഗ്മാറ്റിക് ഹിൻചാർട്ട് എന്നാണ് ആ ബുക്കിന്റെ നെയിം. അതേപോലെ തന്നെ ഇൻ ദ 15th and 16th century 15-16 നൂറ്റാണ്ടുകളിൽ ദ പോർട്ടുഗീസ് ആൻഡ് സ്പെയിനേഴ്സ് wrote chronicles of their. അതെ, 15-16 നൂറ്റാണ്ടുകളിൽ പോർച്ചുഗീസിലും ഈ ആന്ത്രോപോളജിയെ കുറിച്ചിട്ട് ഒരുപാട് ആശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കോൺഫ്ലിക്റ്റ്സ് ഓഫ് പാർട്സ് ഓഫ് ആഫ്രിക്ക ആൻഡ് ദ ന്യൂ വേൾഡ്. ആഫ്രിക്കയിലും ആന്ത്രോപോളജിയെ കുറിച്ച് ഒരുപാട് ആശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ദീസ് ആർ ഇമ്പോർട്ടൻ്റ് ആന്ത്രോപോളജിക്കൽ സോഴ്സ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെയൊക്കെ പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് ആണ് നമ്മൾ ഏതിൻ്റെ ഉറവിടമായിട്ട് കാണുന്നത്? ആന്ത്രോപോളജിയുടെ സോഴ്സ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റൈസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറിയും അതേപോലെ എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജിയും, അതായത് സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഉദയവും സോഷ്യോളജിക്കൽ തിയറിയുടെ വളർച്ചയും, ഇത്രയും ഭാഗങ്ങൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ട് പഠിക്കുകയോ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ടോപ്പിക്കുകളിൽ അത്യാവശ്യമാണ് കേട്ടോ. അങ്ങനെ വാരി വലിച്ചെടുക്കുന്നില്ല, വേണ്ടത് മാത്രമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 2 മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. യൂണിറ്റ് 2 മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫസ്റ്റ് ഫേസ് ഡെവലപ്മെൻറ്റ്. യൂണിറ്റ് 2 ഫസ്റ്റ് ഫേസ് ഡെവലപ്മെൻറ്റും പഠിക്കണം, സെക്കൻഡ് ഫേസ് ഡെവലപ്മെൻറ്റും പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഡെവലപ്മെൻറ്റ് എന്താണ്? ഫസ്റ്റ് ഫേസ് ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ബൈ 18th century AD, after the experience and influence of the Renaissance in Europe. അതായത് AD 18ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ നവോത്ഥാനത്തിൻ്റെ അനുഭവത്തിനും സ്വാധീനത്തിനും ശേഷം, ഇപ്പോൾ AD 18ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ നവോത്ഥാനത്തിൻ്റെ അനുഭവത്തിനും എക്സ്പീരിയൻസിനും സ്വാധീനത്തിനും ശേഷം എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? സമൂഹത്തെക്കുറിച്ചുള്ള ധാരണയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ പ്രമുഖ തത്വചിന്തകന്മാരുണ്ടായിരുന്നു. There were many eminent philosophers who have made immense contribution to the understanding of society. അപ്പോൾ 18 AD
18-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ നവോത്ഥാനത്തിൻ്റെ എക്സ്പീരിയൻസിനും സ്വാധീനത്തിനും, അനുഭവത്തിനും, എക്സ്പീരിയൻസ് മീൻസ് അനുഭവം, ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനം, അപ്പം അനുഭവത്തിനും സ്വാധീനത്തിനും ശേഷം സമൂഹത്തെക്കുറിച്ചുള്ള ധാരണയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ പ്രമുഖ തത്വചിന്തകന്മാർ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് അവരില്? ആരൊക്കെയാണ് ആ പ്രമുഖ തത്വചിന്തകന്മാരായിട്ട് പറയുന്നത്? റൂസോ, വിക്കോ, ബാരൺ ഡി മൊണ്ടസ്ക്യൂ, ജോൺ ലോക്ക്, who dealt with the social phenomena of the time. അവരിൽ റൂസോയും വീക്കോയും ബാരൺ ആരൊക്കെയാണ്? ബാരൺ ഡി മൊണ്ടസ്ക്യൂവും ജോൺ ലോക്ക് എന്നിവർ ഉൾപ്പെടുന്നു. ഇവരെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹൂ ഡീൽഡ് വിത്ത് ദ സോഷ്യൽ ഫിനോമിന ഓഫ് ദ ടൈം. ഇക്കാലത്തെ സാമൂഹിക പ്രതിഭാസങ്ങളെ കൈകാര്യം ചെയ്തവർ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അപ്പോൾ യൂറോപ്പിൽ 18-ാം നൂറ്റാണ്ടിന് ശേഷം 18-ാം നൂറ്റാണ്ടിലെ നവോത്ഥാനത്തിൻ്റെ അനുഭവത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ശേഷം സമൂഹത്തെക്കുറിച്ച് ഒരുപാട് സമൂഹധാരണയെക്കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ചുള്ള ധാരണയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയവരാണ് ആരൊക്കെ? റൂസോയും വീക്കോയും ബാരൺ ഡി മൊണ്ടസ്ക്യൂയും ജോൺ ലോക്കും. മാത്രമല്ല അക്കാലത്തെ സാമൂഹിക പ്രതിഭാസങ്ങളെ കൈകാര്യം ചെയ്തവരിൽ പ്രധാനപ്പെട്ട ആളുകളായിട്ടാണ് ആരെ അറിയപ്പെടുന്നത്? ഇവരെ അറിയപ്പെടുന്നത്. അപ്പം അക്കാലത്തെ സാമൂഹിക പ്രതിഭാസങ്ങളെ കൈകാര്യം ചെയ്തവരിൽ കാലത്തെ പ്രധാനപ്പെട്ട ചിന്തകന്മാരായിട്ടാണ് ഇവരെ അറിയപ്പെടുന്നത്. മാത്രമല്ല this earlier work certainly laid the philosophical foundation for the development of the social science and the science of human society, including sociology and anthropology. മാത്രമല്ല അക്കാലത്തെ സാമൂഹിക പ്രതിഭാസങ്ങളെ കൈകാര്യം ചെയ്ത ഇവർ മുൻകാല കൃതികൾ ഉൾപ്പെടെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെയും വികസനത്തിൻ്റെയും ദാർശനിക അടിത്തറ പാകാൻ ഇവർക്ക് സാധിച്ചു. അക്കാലത്തെ സാമൂഹിക പ്രതിഭാസങ്ങളെ കൈകാര്യം ചെയ്തവർ, സോഷ്യൽ ഫിനോമിനയെ കൈകാര്യം ചെയ്തിട്ടുള്ള ഈ ആളുകൾ മുൻകാല കൃതികൾ ഉൾപ്പെടെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വികസനത്തിന് ഒരു അടിത്തറ നൽകാൻ ഇവർക്ക് സാധിച്ചു. ഇതാണ് ഫസ്റ്റ് ഫേസ് ഡെവലപ്മെന്റ് എന്ന് പറയും. ഈ ചിന്തകന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ചിന്തകളെയാണ്, ഫിലോസഫിയെയാണ് ഏത് പേരിൽ അറിയപ്പെടുക? ഫസ്റ്റ് ഫേസ് ഡെവലപ്മെന്റ്. അടുത്ത ടോപ്പിക് സെക്കൻഡ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ്. എന്താണ് സെക്കൻഡ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ഇൻ ദ സെക്കൻഡ് ഫേസ് 1814-1819 there was transition in the natural sciences from a static equilibrium model to a dynamic model. രണ്ടാം ഘട്ടത്തിൽ എന്ന് മുതൽ എന്ന് വരെയാണ് സെക്കൻഡ് ഫേസ്? 1840 തൊട്ട് 1890 വരെയുള്ള കാലഘട്ടമാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയപ്പെടുന്നത്. രണ്ടാം ഘട്ടം എന്ന് മുതൽ എന്ന് വരെ? 1840 മുതൽ 1890 വരെ, 1840 to 1890 വരെയുള്ള കാലഘട്ടമാണ് സെക്കൻഡ് ഫേസ്. അപ്പൊ ഈ രണ്ടാം ഘട്ടത്തിൽ പ്രകൃതി ശാസ്ത്രങ്ങളിൽ ഒരു സ്റ്റാറ്റിക് സന്തുലിത മാതൃകയിൽ നിന്ന്, ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം മോഡലിൽ നിന്ന് ഒരു ഡൈനാമിക് മോഡലിലേക്കുള്ള പരിവർത്തനം ഉണ്ടായി. 1840 തൊട്ട് 1890 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം മോഡലിൽ നിന്ന്, ഒരു സ്റ്റാറ്റിക് സന്തുലിത മോഡലിൽ നിന്ന് ഒരു ഡൈനാമിക് മോഡലിലേക്കുള്ള പരിവർത്തനം ഉണ്ടായി. ആൻഡ് ദെൻ ആ പരിവർത്തനം culmination come with the introduction of theorem dynamic and
drawing evolutionary theory, which such a diverse field of anthropology and attempt was made in the integrating into a general. അതേപോലെ പിന്നെന്താണ് അവിടെ പറയുന്നത്? ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ തുടങ്ങിയത് 1840 തൊട്ട് 1890 അന്നൊരു സ്റ്റാറ്റിക് മാതൃകയിൽ നിന്നും ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം മാതൃകയിൽ നിന്നും ഒരു ഡൈനാമിക് മോഡലിലേക്ക് പരിവർത്തനം ഉണ്ടായി. മാത്രല്ല തെർമോഡൈനാമിക് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെർമോഡൈനാമിക്, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് തെർമോഡൈനാമിക് ഡാർവിനിയൻ എവല്യൂഷണറി. ഡാർവിൻ എന്ന് പറയുന്നത് ആരാ? മനുഷ്യരെ കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ച ഒരു സോഷ്യോളജിസ്റ്റ് അഥവാ നരവംശ ശാസ്ത്രജ്ഞനാണ് ഡാർവിൻ. അപ്പോ തെർമോഡൈനാമിക് ഡാർവിനിയൻ എവല്യൂഷണറി എന്ന പരിണാമ സിദ്ധാന്തം. ഇപ്പൊ തെർമോഡൈനാമിക്കും പരിണാമ സിദ്ധാന്തത്തിന്റെയും ആമുഖം നരവംശ ശാസ്ത്രം പോലുള്ള വൈവിധ്യമാർന്ന മേഖലകളിൽ ഒരു ശ്രമം നടന്നു. ഇപ്പൊ തെർമോഡൈനാമിക്കും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ ആമുഖവും നരവംശം ശാസ്ത്രം പോലുള്ള വൈവിധ്യമാർന്ന മേഖലകളിൽ ഒരു ശ്രമം നടത്താൻ കാരണമായി. പിന്നെന്താണ് പറയുന്നത്? വിത്ത് such a diversified of anthropology and attempt was made in the എന്താണ്? മെയ്ഡ് ഇൻ ദ 1816 ആണ്. ഇവിടെ 1815 ആണ്. അപ്പോ മെയ്ഡ് ഇൻ ദ അറ്റംപ്റ്റ് വാസ് 1816 ഫോർ ഇന്റഗ്രേറ്റിംഗ് ഇൻ ടു എ ജനറൽ. മനുഷ്യന്റെ ആദ്യകാല ചരിത്രത്തെ കുറിച്ചുള്ള ഒരു പൊതുധാരണ സംയോജിക്കുന്നതിനായി 1800കളിൽ ഒരു ശ്രമം നടന്നു. അപ്പൊ മനുഷ്യന്റെ ആദ്യകാല ചരിത്രത്തെ കുറിച്ചുള്ള ഒരു പൊതുധാരണയെ ഇന്റഗ്രേറ്റഡ് സംയോജിക്കുന്നതിന് വേണ്ടി 1860 എന്ത് നടന്നു? ഒരു ശ്രമം നടന്നു. Anthropological discipline that would engage on the early history of man. മാത്രല്ല by 1870 onward a distinctive character of anthropology began to manifest itself. അങ്ങനെ 1870 ആയപ്പോഴേക്കും ഭൗതിക നരവംശാസ്ത്രം, ചരിത്രാതീത കാലം, നരവംശാസ്ത്രം എന്നിവ ഏകീകരിച്ചുകൊണ്ട് നരവംശാസ്ത്രത്തിന്റെ ഒരു വ്യതിരിക്ത സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങി. 1870 ആയപ്പോഴേക്കും ഫിസിക്കൽ ആന്ത്രോപോളജി അതായത് 1870 ആയപ്പോഴേക്കും ഭൗതിക നരവംശാസ്ത്രവും അതേപോലെ തന്നെ പിന്നെ ഏതാണ് ഭൗതിക നരവംശാസ്ത്രവും പിന്നെ ചരിത്രാതീത കാലവും നരവംശാസ്ത്രം എന്നിവയെ ഏകീകരിച്ചുകൊണ്ട് നരവംശാസ്ത്രത്തിന്റെ ഒരു വ്യതിരിക്ത സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇതാണ് ഈ സെക്കൻഡ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ സെക്കൻഡ് ഫേസ് ഓഫ് ഡെവലപ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് എന്ന് മുതലാണ്? 1840 തൊട്ട് 1890 വരെ പ്രകൃതി ശാസ്ത്രങ്ങളിൽ ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ആയിരുന്നു. അത് എന്തിലേക്ക് മാറി? ഒരു ഡൈനാമിക് മോഡലിലേക്കുള്ള പരിവർത്തനം ഉണ്ടായി. മാത്രല്ല തെർമോഡൈനാമിക്കും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ ആമുഖവും നരവംശാസ്ത്രം പോലുള്ള വൈവിധ്യമാർന്ന മേഖലകളിൽ ഒരു ശ്രമം നടന്നു. മനുഷ്യന്റെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പൊതുധാരണ സംയോജിപ്പിക്കുന്നതിന് സാധിച്ചു 1860കളിൽ. മനുഷ്യന്റെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് ഒരു പൊതുധാരണ ഉണ്ടാക്കാൻ എന്നും സാധിച്ചു? 1860കളിൽ സാധിച്ചു. 1870 ആയപ്പോഴേക്കും ഭൗതിക നരവംശാസ്ത്രവും ചരിത്രാതീത കാലവും നരവംശാസ്ത്രം എന്നിവ ആന്ത്രോപോളജി എന്നിവ ഏകീകരിച്ചുകൊണ്ട് നരവംശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു വ്യതിരിക്ത സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇതിനെയാണ് സെക്കൻഡ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് എമർജൻസ് ഓഫ് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി. ആധുനിക
നരവംശാസ്ത്രത്തിന്റെ ഉദയം. എമർജൻസ് ഓഫ് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി. ആധുനിക സാമൂഹിക നരവംശാസ്ത്രത്തിന്റെ ഉദയം. The emergence of modern social anthropology emerged mainly with the contribution of Bronislaw Malinowski and A.R. Radcliffe. ആരൊക്കെയാണ് ഈ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഉദയത്തിന് കാരണമായവര്? ബ്രോണിസ്ലാവ് മലിനോസ്കിയും A.R. റാഡിക്ലിഫ് ബ്രൗണും എന്നിവരുടെ സംഭാവനകളോടെയാണ് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ തുടക്കം. ഇപ്പൊ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി, ആധുനിക സാമൂഹിക നരവംശാസ്ത്രം അഥവാ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ തുടക്കത്തിന് ആരാണ് പ്രാധാന്യം വഹിച്ചത്? ബ്രോണിസ്ലാവ് മലിനോസ്കിയും A.R. റാഡിക്ലിഫ് ബ്രൗണും. ആൻഡ് ദെൻ Marcel Mauss is also generally considered as the pioneer of modern social anthropology in France. ഫ്രാൻസിലെ ആധുനിക സാമൂഹിക നരവംശാസ്ത്രത്തിന്റെ പൈനിയർ മീൻസ് വഴികാട്ടിയായി ആരെ കണക്കാക്കുന്നു? മാർസൽ മൗസിനെ. മാർസൽ മൗസ് അത് ഒരു സോഷ്യോളജി ആന്ത്രോപോളജിസ്റ്റ് ആണ്. അപ്പൊ മാർസൽ മൗസിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഫ്രാൻസിലെ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ വഴികാട്ടിയായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? മാർസൽ മൗസിനെ കണക്കാക്കുന്നത്. അപ്പോ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിക്ക് രൂപം കൊടുത്തത് ആരൊക്കെയാണ്? ബ്രോണിസ്ലാവ് മലിനോസ്കി ആൻഡ് A.R. റാഡിക്ലിഫ്. മാത്രല്ല മാർസൽ മൗസിനെ എന്തായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്? ഫ്രാൻസിലെ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ വഴികാട്ടിയായിട്ടാണ് ആരെ കാണുന്നത്? മാർസൽ മൗസിനെ കണക്കാക്കുന്നത്. ബ്രോണിസ്ലാവ് മലിനോസ്കി is one of the most well-known social anthropologists. In fact, he is generally regarded as the founder of modern social anthropology. അതേപോലെ തന്നെ ബ്രോണിസ്ലാവ് മലിനോസ്കി ഏറ്റവും അറിയപ്പെട്ടത് സാമൂഹ്യ നരവംശാസ്ത്രജ്ഞരിൽ ഒരാളായിട്ടാണ്. ബ്രോണിസ്ലാവ് മലിനോസ്കി is one of the most well-known social anthropologists. ഒരു സാമൂഹ്യ നരവംശാസ്ത്രജ്ഞനായിട്ടാണ് ആരെയാണ് അറിയപ്പെടുന്നത്? ബ്രോണിസ്ലാവ് മലിനോസ്കിയെ അറിയപ്പെടുന്നത്. In fact, he is generally regarded as the founder of modern social anthropology. ആധുനിക സാമൂഹിക നരവംശാസ്ത്രത്തിന്റെ സ്ഥാപകനായിട്ടാണ് ആരെ കാണുന്നത്? ബ്രോണിസ്ലാവ് മലിനോസ്കിയെ കാണുന്നത്. അപ്പോൾ ഇതില് ഇത്രയും കാര്യങ്ങളാണ് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ബാക്കിയുള്ള ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പൈനിയേഴ്സ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി. സോഷ്യൽ ആന്ത്രോപോളജിയുടെ വഴികാട്ടികൾ. പൈനിയേഴ്സ് മീൻസ് വഴികാട്ടികൾ. അപ്പോൾ സോഷ്യൽ ആന്ത്രോപോളജിയുടെ വഴികാട്ടികൾ ആരൊക്കെ എന്നാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അഡീഷണൽ ആയിട്ടുള്ള കൂടുതലും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ വായിക്കണം. ഞാൻ അതിൽ വരുന്ന ആ ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ടീച്ചർ അവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പം നോക്കൂ, സോഷ്യൽ ആന്ത്രോപോളജിയുടെ പൈനിയേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ദ പൈനിയർ ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി എമംഗ് അതേഴ്സ് ഇൻക്ലൂഡ് ലൂയിസ് ഹെൻറി മോർഗാൻ. ലൂയിസ് ഹെൻറി മോർഗാൻ എന്ന് തൊട്ട് എന്ന് വരെ 1818 to 1881, 1818 മുതൽ 1881 വരെയുള്ള കാലഘട്ടത്തിലെ സോഷ്യൽ ആന്ത്രോപോളജിയുടെ പൈനിയർ ആയിട്ടാണ് ആരെ കാണുന്നത്? ലൂയിസ് ഹെൻറി മോർഗാൻ. അപ്പൊ ആദ്യത്തെ വഴികാട്ടിയാണ് ആരെ? ലൂയിസ് ഹെൻറി മോർഗാൻ. എന്ന് തൊട്ട് എന്ന് വരെ 1880 to 1881. അടുത്തതാണ് ജോൺ എം സി ലെനൻ. ജോൺ എം സി ലെനൻ.
ജോൺ എം ഫി ലെനൻ 1827 to 1881 അദ്ദേഹം എന്നു മുതലാണ് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ വഴികാട്ടിയായത്? അപ്പോൾ ആദ്യത്തെ ആള് ലൂയിസ് ഹെൻറി മോർഗൻ, രണ്ടാമത്തെ ആളാണ് ജോൺ എം ഫി ലെനൻ 1827 1881. അതിനുശേഷം അഡോൾഫ് ബാസ്റ്റ്യൻ 1826 1905 1826 to 1905. ഇപ്പൊ ജോൺ എം ഫി ലെനനും അഡോൾഫ് ബാസ്റ്റ്യനും ഒക്കെയാണ് നമ്മളുടെ സോഷ്യൽ ആന്ത്രോപോളജിയുടെ പൈനിയർ ആയിട്ട് കാണുന്നത്. അതിനുശേഷം സർ എഡ്വേർഡ് ബർണോട്ട് ടൈലർ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. സർ എഡ്വേർഡ് ബർണോട്ട് ടൈലർ എന്ന് തൊട്ട് എന്ന് വരെ 1832 to 1917 വരെ, 1832 മുതൽ 1917 വരെ. അതിനുശേഷം there were soon followed by anthropologists such as, അതിനുശേഷം വീണ്ടും ആന്ത്രോപോളജിയെ ഫോളോ ചെയ്തവരെ ആരൊക്കെയാണ്? പേരുകളൊക്കെ നിങ്ങൾ കാണാതെ എഴുതി പഠിക്കണം കേട്ടോ. അപ്പോ ഫ്രാൻസ് ബോഫ് 1858 to 1942 1942 വരെ. സർ ജെയിംസ് ജോർജ് ഫ്രേസർ 1854 to 1941 വരെ. WHR റിവേഴ്സ് 1854 to 1922 വരെ. ഇതാണ് സെക്കൻഡ് കേസിൽ വരുന്ന ആളുകൾ. ആദ്യം വരുന്ന ആരൊക്കെയാണ്? ഹെൻറി മോർഗാനും ജോൺ എം ഫി ലെനനും അഡോൾഫ് ബാസ്റ്റ്യനും. പിന്നത്തെ സ്റ്റെപ്പിൽ വരുന്നത് ആരൊക്കെയാണ്? സർ എഡ്വേർഡ് ബർണട്ട് ടൈലറും അതേപോലെ തന്നെ ഫ്രാൻസ് ബോഫും സർ ജെയിംസ് ജോർജ് ഫ്രേസറും WHR റിവേഴ്സും. അതിനുശേഷമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരാളാണ് കാൾ മാക്സ്. കാൾ മാക്സിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏവർക്കും അറിയാം, തൊഴിലാളി വർഗത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ വ്യക്തിയാണ് കാറൽ മാക്സ്. ആ കാറൽ മാക്സ് ഇമ്പോർട്ടന്റ് വർക്ക് ഇൻക്ലൂഡ് സിസ്റ്റം ഓഫ് കോൺസ്യൂഗനിറ്റി ആൻഡ് അഫിനിറ്റി ഓഫ് ദ ഹ്യൂമൻ ഫാമിലി. അദ്ദേഹത്തിന്റെ പ്രധാന വർക്കാണ് കോൺസാങ്ക്വിനിറ്റി ആൻഡ് അഫിനിറ്റി ഓഫ് ഹ്യൂമൻ ഫാമിലിയും ആൻഷ്യന്റ് സൊസൈറ്റി. ഹ്യൂമൻ ഫാമിലി എന്ന പ്രധാന വർക്ക് എന്നാണ് ചെയ്തത്? കാൾ മാക്സ് 1871. അതിനുശേഷം ആൻഷ്യന്റ് സൊസൈറ്റി 1877 ചെയ്തു. പിന്നത്തെ ഇമ്പോർട്ടന്റ് വ്യക്തികൾ ആരൊക്കെയാണ്? ഫെർഗൂസൺ എം ഫി ലെനനും അതേപോലെ തന്നെ സ്കോട്ടിഷ് എന്തോളജിസ്റ്റ് ആയിട്ടുള്ള എന്തോളജിസ്റ്റും. ഫെർഗൂസൺ എം ഫി ലെനൻ ആൻഡ് സ്കോട്ടിഷ്, അദ്ദേഹം ഒരു സ്കോട്ടിഷ് എന്തോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാന വർക്കാണ് എന്ത്? കോൺട്രിബ്യൂഷൻ ടു ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി വാസ് ദ സ്റ്റഡി ഓഫ് കസ്റ്റം ബേസ്ഡ് ഓൺ മാരേജ് സിസ്റ്റം ഇൻ ദ പ്രീ ലിറ്ററേറ്റ് സൊസൈറ്റി. അതേപോലെ തന്നെ പ്രിമിറ്റീവ് മാരേജ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന വർക്കാണ്. അപ്പൊ ഇത്രയും ആളുകൾ, ഇത് കൂടാതെ വീണ്ടും ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരെ മാത്രമാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ഇവരേനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പൈനിയർ ഓഫ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് എന്നറിയപ്പെടുന്നത്. സോഷ്യൽ ആന്ത്രോപോളജികളുടെ വഴികാട്ടിയായിട്ടാണ് ഈ ഇത്രയും പേരെ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ യൂണിറ്റ് 2 ഇവിടെ അവസാനിക്കുകയാണ്. യൂണിറ്റ് അപ്പൊ ഒരു ബ്ലോക്ക് തീർന്നു നമ്മളുടെ. ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം. യൂണിറ്റ് 2ൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എടുത്ത്? എമർജൻസി ഓഫ് സോഷ്യോളജി എടുത്തു, എൻലൈറ്റ്മെന്റ് പീരിയഡ് എടുത്തു, അതേപോലെ തന്നെ അതിനുശേഷം സയന്റിഫിക് റവല്യൂഷൻ എടുത്തു, അതേപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ എടുത്തു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എടുത്തു, ദ റൈസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറി എടുത്തു, എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി എടുത്തു, ഫസ്റ്റ് ഫേസ് ഡെവലപ്മെന്റ്, സെക്കൻഡ് ഫേസ് ഡെവലപ്മെന്റ്, എമർജൻസ് ഓഫ് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി, പൈനിയർ ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ എടുത്ത് തന്നത് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ ഫസ്റ്റ് ബ്ലോക്കിൽ 2 യൂണിറ്റ് ആയിരുന്നു. ആ 2 യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുക. പിന്നെ നമ്മൾ ലൈവ് ക്ലാസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾ
ഷെയർ ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും ടീച്ചർ പറഞ്ഞു തരണ്ടേ. ഓക്കെ.